ഇപ്പോൾ വരുന്ന വിവരങ്ങളനുസരിച്ച് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് തന്നെയാണ് കിട്ടുന്ന വിവരം. ഇതിനിടയിലാണ് ഈ വിമാനം വന്ന് പതിച്ച കെട്ടിടത്തിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ അമ്മയുടെ പ്രതികരണം. ഈ വിമാനം പതിക്കുന്ന ആ വലിയ ശബ്ദവും തീകോളവും ഒക്കെ ഉയർന്നത് കണ്ട് പ്രാണരക്ഷാർത്ഥം രണ്ടാമത്തെ നിലയിൽ നിന്ന് ഒരു വിദ്യാർത്ഥി താഴേക്ക് ചാടുകയായിരുന്നുവെന്നാണ്. ആ വിദ്യാർത്ഥിക്ക് കാര്യമായി പരിക്കുകളില്ലാതെ ചെറിയ പരിക്കുകളോടുകൂടിയാണെങ്കിലും രക്ഷപ്പെട്ടു എന്നത് ആശ്വാസമാണ്. അങ്ങനെ വലിയ തോതിൽ ഇപ്പോൾ എത്ര വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ വിശ്രമിക്കാനൊക്കെ വരുന്നൊരു സ്ഥലം കൂടിയാണ്. അങ്ങനെ ആ ആശുപത്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എത്ര പേർ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴും അവ്യക്തമായി നിൽക്കുന്ന കാര്യം. അതുകൂടി അറിഞ്ഞാൽ മാത്രമേ എത്ര പേർ ഈ അപകടത്തിന് ഇരയായി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വ്ളാഡിമിർ സെലൻസ്കി, ഉക്രൈൻ പ്രസിഡന്റ്, ഒപ്പം തന്നെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർ, ലോക നേതാക്കളൊക്കെ ഈ ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ വളരെ സങ്കടത്തോടെയാണ് തങ്ങളുടെ കുറിപ്പുകൾ ഇട്ടത്. ഉടൻ തന്നെ വ്യോമയാന മന്ത്രി അടക്കം സ്ഥലത്തേക്ക് എത്തുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തി വരുന്നു. എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡ്യുവൽ എൻജിൻ ഉള്ള ഒരു വിമാനം ഒരു തരത്തിലും ഒന്ന് പ്രവർത്തനരഹിതമായാൽ പോലും മറ്റൊന്നുകൊണ്ട് കൃത്യമായി യാത്ര സാധ്യമാകുന്ന ഒരു വിമാനമായിരിക്കും എങ്ങനെ ഇങ്ങനെയൊരു അത്യപൂർവമായ അപകടം സംഭവിച്ചു എന്നതാണ്. സ്വാഭാവികമായിട്ടും ബോയിങ് വിമാന കമ്പനിയും അത് ഏറെ അവരെയും ആശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ വിമാന ശ്രേണികളിൽ തന്നെ ഏറ്റവും അഭിമാനകരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു വിമാനമാണ് ഡ്രീം ലൈനർ വിമാനങ്ങൾ. അതിലൊന്നിനാണ് ഇങ്ങനെയൊരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. അതേസമയമാണ് നേരത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ പങ്കുവെച്ചതുപോലെ ഈ വിമാനത്തിൻ്റെ മെയിൻ്റനൻസിൽ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ഒരു ശ്രദ്ധ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മോശം അവസ്ഥയാണ് വിമാനത്തിലെ പല കാര്യങ്ങൾക്കും എന്നൊക്കെയുള്ള വിമർശനാത്മകമായ ചില കുറിപ്പുകളൊക്കെ ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ കണ്ടു. ചിലർ നേരത്തെ അത് ഉന്നയിച്ചിട്ടും എയർ ഇന്ത്യ അതിൽ വേണ്ടത്ര നടപടികൾ എടുത്തില്ല എന്ന ആരോപണങ്ങളൊക്കെയാണ്. എന്തായാലും അതിൻ്റെയൊക്കെ സത്യാവസ്ഥ നമുക്ക് ഇനിയും അറിയാനിരിക്കുന്നതിലുള്ള ഒരു ദുരന്ത മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. ആളുകളുടെ ജീവൻ എത്രയും വേഗം രക്ഷിക്കുക എന്നതൊക്കെ തന്നെയാണ് പ്രധാനം. അത്തരം മറ്റാരോപണങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദമായ അന്വേഷണങ്ങൾ നടക്കും. എന്തായാലും രാജ്യത്തെയും ലോകത്തെയും ഞെട്ടിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനൊരു ദുരന്തം നടന്നിരിക്കുന്നത്. ഈ ഡ്രീം ലൈനർ വിമാനങ്ങളുടെ മുൻകാല ചരിത്രം എന്നത് 2024 മാർച്ച് 11 നടന്ന ഒരു അപകടമാണത്. ഏറെ അടി ഉയരെ പറക്കുന്ന സമയത്ത് പെട്ടെന്ന് വിമാനത്തിന് സാങ്കേതികമായി പ്രശ്നമുണ്ടാവുകയും അത് താഴേക്ക് വീഴുന്ന പോലെയുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന ഒരു ഭൂചലനം അനുഭവപ്പെട്ട പോലെ എന്നൊക്കെയാണ് അതിലെ യാത്രക്കാർ അതിനെ വിശേഷിപ്പിച്ചത്. 272ഓളം യാത്രക്കാർ അതിലുണ്ടായിരുന്നു. 15ഓളം പേർക്ക് ആ ഒരു ഉലച്ചിലിൽ ചെറിയ പരിക്കുകൾ പറ്റിയെന്ന് ചോദിച്ചാൽ ഓക്ലാൻഡിൽ അത് അടിയന്തരമായി ഇറക്കി അപകടങ്ങളെ അതിജീവിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം ഉണ്ടാകുന്ന ഈ അപകടം അതൊരു വലിയ ദുരന്തമായി മാറി എന്നത്, ലോകത്തെ തന്നെ ആകെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു അപകടമായി അത് മാറി എന്നതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 1:45 ഈ അപകടം ഉണ്ടാകുന്നത്.